നമസ്കാരം. ദക്ഷിണേന്ത്യയിൽ BJP നേതൃത്വം ലക്ഷ്യമിട്ടതുപോലെ കേരളത്തിൽ സുരേഷ് ഗോപിയുടെ അക്കൗണ്ട് തുറക്കാനായപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നിട്ടിറങ്ങി വലിയ പ്രചാരണങ്ങൾ നടത്തിയിട്ടും ദേശീയ പാർട്ടിക്ക് വേരുറപ്പിക്കാനാവാതെ തമിഴ്നാട്ടിൽ DMK നേതൃത്വം നൽകിയ പോരാട്ടത്തിൽ കോൺഗ്രസും CPM-ഉം CPI-യും എല്ലാം വൻ നേട്ടമുണ്ടാക്കിയപ്പോൾ NDA സഖ്യത്തിലുള്ള PMK ഒരു സീറ്റിൽ മുന്നിൽ നിൽക്കുന്നത് മാത്രമാണ് ആശ്വാസമായുള്ളത്. തമിഴ്നാട്ടിൽ നിലവിൽ വോട്ട് വിഹിതത്തിൽ BJP 4-ാം സ്ഥാനത്താണ്. MK സ്റ്റാലിൻ്റെ പടയോട്ടം തന്നെയാണ് തമിഴകത്ത്. DMK 21 സീറ്റിലും കോൺഗ്രസ് 9 സീറ്റിലും മുന്നിലാണ്. CPM-ഉം CPI-യും മത്സരിച്ച് 2 വീതം സീറ്റുകളിലും ലീഡ് നിലനിർത്തുന്നുണ്ട്. കേരളത്തിലടക്കം ദക്ഷിണേന്ത്യയിൽ BJPക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമ്പോഴാണ് തമിഴ്നാട്ടിൽ കനത്ത തിരിച്ചടി നേരിടുന്നത്. കോയമ്പത്തൂരിൽ വിജയമുറപ്പിച്ചെന്ന് പറഞ്ഞ K. അണ്ണാമലയ്ക്ക് വോട്ടെണ്ണുന്ന ഘട്ടത്തിൽ ഒരു തവണ പോലും മുന്നിലെത്താൻ കഴിഞ്ഞില്ല. തമിഴ്നാട്ടിൽ BJP കരുത്തുകൂട്ടാൻ നോക്കിയ സമയത്ത് കലൈഞ്ചർ കരുണാനിധിയുടെ വാക്കുകൾ ഓർമ്മിപ്പിച്ചാണ് സ്റ്റാലിൻ തിരിച്ചടിച്ചത്. താൻ തിരിച്ചടിച്ചാൽ താങ്ങാനാവില്ലെന്ന് കലൈഞ്ചർ പറഞ്ഞിട്ടുണ്ട്. അത് ഓർമ്മിപ്പിക്കുന്നുവെന്നായിരുന്നു സ്റ്റാലിൻ്റെ വാക്കുകൾ. ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ഈ വാക്കുകൾ ചർച്ചയാകുന്നുണ്ട്. തമിഴ്നാട്ടിൽ 2019 മുന്നേറ്റം DMK നയിക്കുന്ന ഇന്ത്യ സഖ്യം ഇത്തവണയും തുടരുകയായിരുന്നു. ഇതുവരെയുള്ള ഫലം പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്ത് ആകെയുള്ള 39 സീറ്റിൽ 36 സീറ്റിലാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ മുന്നേറ്റം. ഇന്ത്യ സഖ്യത്തിൽ DMK 21 സീറ്റിലാണ് മുന്നേറുന്നത്. കോൺഗ്രസ് 9 സീറ്റിലും VCK, CPI, CPM എന്നീ പാർട്ടികൾ 2 സീറ്റിലും മുന്നേറുകയാണ്. സഖ്യത്തിൻ്റെ ഭാഗമായ ലീഗും MDMKയും ഒരു സീറ്റിൽ മുന്നേറുന്നു. BJP നയിക്കുന്ന NDA സഖ്യത്തിൽ പാട്ടാളി മക്കൾ കക്ഷിക്ക് മാത്രമാണ് ഒരു സീറ്റിൽ മുന്നേറാൻ സാധിച്ചത്. AIADMK നയിക്കുന്ന സഖ്യത്തിൽ അന്തരിച്ച നടൻ വിജയകാന്തിൻ്റെ പാർട്ടിയായ DMDKയ്ക്ക് ഒരു സീറ്റിലും ലീഡ് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. തമിഴ്നാടിനെ സംബന്ധിച്ച് BJPക്കാണ് ഏറ്റവും വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നത്. പ്രതീക്ഷിച്ച ഒരു മണ്ഡലത്തിലും തമിഴ്നാട്ടിൽ BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. പാർട്ടി അധ്യക്ഷൻ K. അണ്ണാമലൈ കോയമ്പത്തൂരിൽ കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. ഒരു ബൂത്തിൽ അണ്ണാമലയ്ക്ക് ലഭിച്ചത് ഒരു വോട്ട് മാത്രമായിരുന്നു. NDA സഖ്യത്തിൽ BJP 18 സീറ്റിലാണ് മത്സരിച്ചത്. IJK, IMAMA, PNK, TMMK തുടങ്ങിയവർ ഓരോ സീറ്റിൽ താമര ചിഹ്നത്തിൽ മത്സരിച്ചിരുന്നു. PMK 10, തമിഴ് മാനില കോൺഗ്രസ് 3, അമ്മ മക്കൾ മുന്നേറ്റ കഴകം 2 സീറ്റിൽ മത്സരിച്ചെങ്കിലും കനത്ത തിരിച്ചടി നേരിട്ടു. സ്വതന്ത്രനായി മത്സരിക്കുന്ന O. പനീർശെൽവത്തിനും BJP പിന്തുണ നൽകിയിരുന്നു. അതേസമയം വോട്ടെണ്ണൽ അന്തിമഘട്ടത്തോടടുക്കവേ കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരണത്തിനുള്ള നിർണായക നീക്കവുമായി ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ മുന്നോട്ട് നീങ്ങുകയാണ്. രാജ്യത്ത് ഇനി BJP മാത്രം നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന സ്ഥിതിയിൽ നിന്നും യഥാർത്ഥ മുന്നണി ഭരണത്തിലേക്ക് എന്ന് വ്യക്തമാക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം. NDAക്ക് കഴിഞ്ഞ തവണത്തേതുപോലെ മികച്ച പ്രകടനം സാധ്യമാകാതെ പോയതോടെ ചന്ദ്രബാബു നായിഡുവിൻ്റെ നിതീഷ് കുമാറിൻ്റെ നിലപാട് ഇത്തവണ സർക്കാർ രൂപീകരണത്തിൽ നിർണായകമാകും. പ്രതീക്ഷിച്ച പ്രകടനം സാധ്യമാകാതെ പോയതോടെ മുന്നണിയിലെ പാർട്ടികളെ ചേർത്ത് തന്നെ നിർത്താനും പുറത്തുള്ള കക്ഷികളുടെ പിന്തുണ തേടാനും BJP ശ്രമം തുടങ്ങി. മറുവശത്ത് എക്സിറ്റ് പോളുകൾ പുറത്തു വന്നതോടെ നഷ്ടമായ ആത്മവിശ്വാസം വോട്ടെണ്ണൽ ദിനത്തിലെ മികച്ച പ്രകടനത്തിലൂടെ തിരിച്ചുപിടിച്ച് സർക്കാർ രൂപീകരണത്തിനുള്ള സാധ്യത തേടി ഇന്ത്യ സഖ്യ നേതാക്കളും സജീവമായി. ആന്ധ്രാപ്രദേശിൽ തകർപ്പൻ പ്രകടനവുമായി തിരിച്ചുവരവ് നടത്തിയ ചന്ദ്രബാബു നായിഡു, ബീഹാറിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച നിതീഷ് കുമാർ എന്നിവരുടെ പിന്തുണ തേടി ഭരണ പ്രതിപക്ഷ കക്ഷികളും രംഗത്തുണ്ട്.